എബ്രായർ 13:7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. കെ.എം. എബ്രഹാം അച്ഛൻ അവസാനം ചെയ്ത പ്രസംഗത്തിന് ആധാരമായി എടുത്ത വാക്യമാണിത്. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഏതോ അരുളപ്പാട് പോലെ അച്ഛൻ പ്രസംഗിച്ച ഈ വചനം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്നു. കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞ ആ ദേവദാസന് ധന്യമായ ജീവിതത്തിനു മുൻപിൽ ആദരവുകൾ അർപ്പിക്കുന്നു. റാന്നി പഴവങ്ങാടിക്കര ഇമ്മാനുവൽ മർത്തോമ ഇടവകയിൽ കാരക്കാട്ട് പുതുവേലിൽ കെ.എം. മാത്യുവിൻ്റെയും മേരിയുടെയും മകനായി 1956 നവംബർ 18 ജനിച്ച അച്ഛൻ സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം MA, M.Ed, BD എന്നീ ഡിഗ്രികൾ കരസ്ഥമാക്കി. കോട്ടയം മാങ്ങാനം പാറയ്ക്കൽ കുടുംബാംഗവും അധ്യാപികയുമായിരുന്ന ആനി എബ്രഹാമിനെ 1982 ഡിസംബർ 6 വിവാഹം ചെയ്തു. ജയൻ, ജെറിൻ എന്നീ സ്നേഹനിധികളായ 2 മക്കൾ അച്ഛൻ്റെ ശൈലി തന്നെ പിന്തുടരുന്നു. 1988 ഓഗസ്റ്റ് 30 ഷമാഷ്നായും 1988 സെപ്റ്റംബർ 12 കശീഷയായും അച്ഛൻ പട്ടമേറ്റു. അച്ഛൻ മർത്തോമ സഭയിലെ വിവിധ ഭദ്രാസനങ്ങളിലായി ആൻഡമാൻസ്, ബൊക്കാറോ, ദുർഗാപൂർ, സിദ്രി, ധൻബാദ്, കുണ്ടറ, പുത്തൂർ, മേക്കുഴൂർ, കരിമ്പ, എടക്കര എന്നീ ഇടവകളിലും വടക്കേ ഇന്ത്യയിൽ മിഷണറിയായും തിരുവനന്തപുരം, കൊല്ലം, നിരണം, മാരാമൺ എന്നീ ഭദ്രാസനങ്ങളിൽ കൗൺസിൽ അംഗം, സഭാ കൗൺസിൽ അംഗം, സുവിശേഷ പ്രസംഗ സംഘം, വൈദിക സെമിനാരി ഗവേണിംഗ് ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 2007 മെയ് 1 മുതൽ തലവടി സെൻറ് ജോൺസ് മാർത്തോമ ഇടവകയുടെയും മുട്ടാർ ക്രിസ്തോസ് ഇടവകയുടെയും വികാരിയായി അച്ഛൻ ചുമതലയേറ്റു. അച്ഛൻ തൻ്റെ പ്രവർത്തന കാലയളവിൽ ഏവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഒരു ചെറു പുഞ്ചിയോടുകൂടി എല്ലാവരെയും സമീപിക്കുന്ന അച്ഛൻ അവരുടെ മനസ്സുകളിൽ ഇടം നേടി. ഇടവക ജനങ്ങളോടൊപ്പം തന്നെ ഇതര മതസ്ഥരോടും ചുറ്റുപാടുള്ളവരോടും നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. നല്ല സംഘാടകൻ, ആത്മീയ ഗുരു, ഭരണകർത്താവ്, ഏത് ജോലിയും ചെയ്യുന്നതിനുള്ള സന്നദ്ധത ഇവയെല്ലാം അച്ഛനിൽ കണ്ട പ്രത്യേകതകളാണ്. യുവജനങ്ങളെ വളരെ സ്നേഹത്തോടെ അച്ഛൻ എന്നും കരുതിയിരുന്നു. യുവജന സഖ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കർമ്മോത്സുകനായി നിന്നിരുന്ന അച്ഛൻ്റെ അഭാവം യുവജന സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിടവാണ് സൃഷ്ടിച്ചത്. 2010 നവംബർ 12 എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അച്ഛൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അച്ഛൻ്റെ സേവന ജീവിതശൈലി എന്നും ഞങ്ങൾക്ക് പ്രചോദനമായി തീരും. പ്രിയ അച്ഛൻ്റെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തിന് സർവശക്തനായ ദൈവം സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 15 വർഷങ്ങൾ പിന്നിടുന്നു. ഈ വേളയിൽ തലവടി സെൻറ് ജോൺസ് മാർത്തോമ യുവജന സഖ്യമായി അഖില കേരള ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ആയതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സന്തോഷത്തോടെ തലവടി സെൻറ് ജോൺസ് മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.